എന്തായാലും നമ്മൾ തുടങ്ങാൻ പോകുന്നു. ചെറുങ്ങനെ, ഇവരുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുങ്ങനെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അത് എണ്ണയിൽ വഴറ്റി തുടങ്ങുന്നു. അരിഞ്ഞിടുന്ന ഉള്ളിയുടെ കഷ്ണങ്ങൾ കൊണ്ട് ഷേവ് ചെയ്യാമെന്ന് തോന്നുന്നു. ബ്ലേഡിന്റെ അത്രയും കനം മാത്രമേ ഉള്ളൂ. അപ്പൊ വളരെ നേർമയിൽ അരിഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഒരു പ്രധാന ടിപ്പ്. ചെറുങ്ങനെ അരിഞ്ഞ 8 സവാള നെയ്യിൽ വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ വഴറ്റിയെടുക്കണം. അപ്പൊ ബിരിയാണിയുടെ തുടക്കം എന്ന് പറയുന്നത് അത് വഴറ്റിക്കൊണ്ടാണ്. ഇനി ഈ ചിക്കന് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കുകയാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മസാല ഉണ്ടാക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പേരും ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവര് എണ്ണയും നെയ്യും ഒക്കെ വളരെ കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു ടെക്നിക്കാണിത്. സാധാരണ ആദ്യം മസാല ഉണ്ടാക്കാനായിട്ട് എണ്ണയോ നെയ്യോ ഒഴിച്ചിട്ടാണ് മസാല ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. പക്ഷെ ഇത് വെറുതെ നമ്മളൊരു പാത്രം വെച്ച്, ഒരു ബിരിയാണിന്റെ ചെമ്പ് വെച്ച് അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തക്കാളി ഇട്ടു. ഇപ്പൊ 10 കഷ്ണത്തിന് വേണ്ടിയിട്ട് 10 മീഡിയം സൈസിലുള്ള തക്കാളി. അടിയിൽ കൂടുതൽ പിടിക്കാതിരിക്കാണ്ടിട്ടാണ് സ്വല്പം വെള്ളം നമുക്ക് കൊടുക്കാൻ. കൊള്ളാല് പാത്രം. ഇത് ഇങ്ങോട്ട് വന്നപ്പോ തലശ്ശേരിന്ന് കൊണ്ടുവന്നതാണ്. ഇത് നമ്മുടെ അരിന്റെ വെള്ളത്തിന്റെ ഒരു അളവ് പാത്രമാണ്. അത് ശരി. ഇത് തലശ്ശേരിക്കാരുടെ ഒരു അളവ് പാത്രമാണ്. ഇവിടെ എടുക്കുന്ന അരിയുടെയും വെള്ളത്തിന്റെയൊക്കെ ഒരു അളവ് എടുക്കുന്നത് ഈ പാത്രത്തിലാണ്. അപ്പൊ എല്ലാത്തിനും ഒരു കണക്കുണ്ട്. യുവർ ഓണർ, നോട്ട് ദ പോയിന്റ്. ഇപ്പൊ തക്കാളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി മൂന്നും. ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 പൂണ്ട് വെളുത്തുള്ളി, ഒരു 15 പച്ചമുളക്. ഇത് മൂന്നും ചതച്ചത്. നമ്മളിപ്പോ ഇതിന്റെ രണ്ടാം ഘട്ടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മസാല ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ 10 കഷ്ണങ്ങൾ, ഉദ്ദേശം ഒരു 2.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 10 കഷ്ണങ്ങൾ. അതിനു വേണ്ടിയിട്ട് 10 മീഡിയം സൈസിലുള്ള തക്കാളി, 15 പച്ചമുളക് ചതച്ചത്. 15 എണ്ണം എന്ന് പറഞ്ഞാൽ സാധാരണ പച്ചമുളക് 15 എണ്ണം. അപ്പോൾ ഈ പിന്നെ എരിവ് കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു 5 എണ്ണം കൂട്ടേ, അല്ലെങ്കിൽ എരിവ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5 എണ്ണം കുറയ്ക്കുക. അത് നിങ്ങളുടെ മനോധർമ്മം പോലെ. പിന്നെ ഒരു 2 പൂണ്ട് വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ചതച്ചെടുത്തത്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതും ചതച്ചെടുക്കണം. ഇതെല്ലാം വാടിക്കഴിഞ്ഞാൽ ഇനി കോഴിയിടാം. എത്ര വെള്ളം ചേർത്തു? എത്ര ഗ്ലാസ്? കോഴി വെള്ളത്തിൽ വേവേണ്ട രീതിയിലുള്ള ഒരു കല്ലുപ്പാണ് അല്ലേ? കല്ലുപ്പാണ്. അത് കൈയളവാണ്. അതുപോലെ പുതിനയല്ല ഇതിന്റെ മുകളിൽ വേവുന്നതിന് മുന്നേ കൊടുക്കും. ശരി. മസാല ഒന്ന് ചെറുതായിട്ട് അതിന്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് കോഴിയുടെ കഷ്ണങ്ങൾ ചേർക്കാം. കഷ്ണങ്ങൾ ചേർത്ത് പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കണം. അതിനുശേഷം ഉപ്പും പുതിനയിലയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അത് അടച്ചു വെച്ച് വേവിക്കണം. അടയ്ക്കാലോ. ഇനി വേവുന്നതുവരെ കാത്തിരിക്കുക. പക്ഷെ ഒരു നിർബന്ധമുള്ളത്, നിങ്ങൾ കൂടെ നോക്കിയിട്ട് അതിനകത്ത് വെള്ളം ഉണ്ടോ എന്ന് നോക്കി തുറന്നു നോക്കി വെള്ളം കുറവാണെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. കഷ്ണങ്ങൾ മുഴുവൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുന്നത്? ഇനി നമുക്ക് പൊരിച്ചു വെച്ച ഉള്ളി. അതിന് എന്താ പറയാന്ന് പറഞ്ഞ? ബിസ്ത എന്ന് പറയും. ബിസ്ത. അപ്പൊ തലശ്ശേരിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊരിച്ച ഉള്ളി എന്നല്ല, അതിന് ബിസ്ത എന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വിളിക്കും, എടാ ബിസ്ത കൊടുക്കടാ, അത് ബിസ്ത കൊടുക്കാറായി എന്ന് പറയും. അപ്പൊ ഇറച്ചി വെന്ത് കഴിഞ്ഞാൽ പിന്നെ ബിസ്ത കൊടുക്കാം. സവാള ചെറുങ്ങനെ അരിഞ്ഞാണ് നമ്മൾ പിന്നെ ബിസ്ത ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ അതിലൊരു 6 സവാളയും ഈ ഇറച്ചിയുടെ മുകളിലായിട്ട് ചേർത്തു. ഇനി അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് എന്ന് വെച്ചാൽ ബിസ്ത കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇറച്ചിയിലേക്കൊന്ന് പിടിച്ചു വരാനായിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കണം. ഇനി എന്തൊക്കെയാ ചേർക്കുന്നത്? നമ്മള്
ഇനി നമ്മൾ ഇതില് ഗരം മസാല ഗരം മസാല എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഗരം മസാല. അതെ, നമ്മളിവിടെ സാധനം വാങ്ങിച്ചിട്ട് പൊടിക്കുന്നതാണ്. എന്തൊക്കെയാണ് അതിനകത്ത്? അതിൽ ചേർക്കുന്ന നിറയില് ഏലക്ക, പിന്നെ പട്ട, ഗ്രാമ്പു, ജാതിക്ക, ജാതിപത്രി, സാജീരകം, പെരിഞ്ജീരകം, നല്ല ജീരകം, പിന്നെ കഴിഞ്ഞു 8 സാധനങ്ങൾ വറുത്ത് പൊടിക്കും. ഇതാണ് ഗരം മസാല. ഗരം മസാല ഇത് 8 കൂട്ടം ചേർത്ത് പൊടിക്കുന്നതാണ്. ഏലക്ക, ജാതിക്ക, ജാതിപത്രി, പിന്നെ പട്ട, ഗ്രാമ്പു, പിന്നെ സാജീരകം, പെരുംജീരകം, നല്ല ജീരകം, ഇതെല്ലാം കൂടി ചേർത്ത് പൊടിക്കുന്ന സാധനമാണ് ഈ ഗരം മസാല എന്ന് പറയുന്നത്. ഇത് ഇവര് സ്പെഷ്യലായിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ തലശ്ശേരി ബിരിയാണിയുടെ ഒരു പ്രത്യേകത, നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർക്കും. പക്ഷേ ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഈ ഗരം മസാലയാണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ? ഇതിന്റെ സ്മെല്ലിനെല്ലാം ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ. 10 കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 നാരങ്ങയുടെ നീര്, മല്ലിയില. 2.5 കിലോ ചിക്കന്റെ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വറുത്തെടുക്കലായിരുന്നു. അത് വറുത്തെടുത്ത് വെച്ചു. ഇതിന് എന്താണ് പറയുന്നത്? ബിസ്ത. ആദ്യം ബിസ്ത വറുത്തെടുക്കണം. ബിസ്ത വറുത്തെടുത്ത് കഴിഞ്ഞു. രണ്ടാമത്തെ പാർട്ടും കഴിഞ്ഞു. മസാല ഉണ്ടാക്കി കഴിഞ്ഞു. ആദ്യം തക്കാളി ഇട്ടു. ചെറിയ കഷ്ണങ്ങളായിട്ട് തക്കാളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 15 പച്ചമുളക്, 2 പൂണ്ട് വെളുത്തുള്ളി. ഇത് നന്നായിട്ട് ചതച്ചെടുത്ത് അതിന്റെ കൂടെ ഇട്ടു. അതൊന്ന് അതിന്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കനും ഇട്ടു. ചിക്കൻ ഇട്ടതിന് ശേഷം പിന്നെ വേവാനായിട്ട് വെള്ളം ഒഴിച്ചു. ചിക്കൻ കഷ്ണങ്ങൾ വെന്തതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് ബിസ്ത ഇട്ട് കൊടുക്കണം. അപ്പോൾ ബിസ്ത എന്ന് പറഞ്ഞാൽ നമ്മൾ 8 സവാള പൊരിച്ചെടുത്തു. അതിലൊരു 6 സവാളയുടെങ്കിലും എന്ന് വെച്ചാൽ ഒരു നമ്മൾ എടുക്കുന്നതിന്റെ ഒരു 1/4 ഭാഗം ഇറച്ചിയുടെ കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കണം. അതിനുശേഷം 3 സാധനങ്ങൾ ചേർക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ 1 പിടി മല്ലിയില, ഒരു 2 നാരങ്ങയുടെ നീര്, അതും ചേർത്ത് കഴിഞ്ഞു. ഇപ്പൊ മസാല പാർട്ട് റെഡിയാണ്.